വിച്ചാരറ്റികളുടെ ത്രസിപ്പിക്കുന്ന ഒരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തുടക്കം തന്നെ കാണുന്നത് വാച്ചറായ ഓൾഡ്രിജിയും അഗോത്തും ഒരു കുതിരപ്പുറത്ത് അതിവേഗം യാത്ര ചെയ്യുന്നതാണ്. തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു വന്ന ദാഗ്ദ എന്ന സാധാരണക്കാരനായ മനുഷ്യനെ പിന്തുടരുകയാണ് അവർ. നദിയിലെ വെള്ളപ്പൊക്കത്തിലകപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ മന്ത്രവാദികളുടെ സഹായം തേടിയാണ് ദാഗ്ദ അവിടേക്ക് എത്തിയത്. എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അഗോത്ത് വരണമെന്ന് പറഞ്ഞ് കിഫ്രിയോട് വാശി പിടിച്ചു വന്നു. പിന്നെന്താണ് അവിടെ ഉണ്ടായത്? മന്ത്രവാദികൾക്ക് സാധാരണ മനുഷ്യരുടെ മുന്നിൽ മന്ത്രവിദ്യ പ്രയോഗിക്കാൻ കൃത്യമായ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അഗോത്തിനെ ഈ ദൗത്യത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ അവരുടെ ഗുരുവായ കിഫ്രിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. താൻ ഈ രക്ഷാപ്രവർത്തനത്തിന് വരുന്നുണ്ടെന്ന് അഗോത്ത് സ്വയം പ്രഖ്യാപിച്ചപ്പോൾ കിഫ്രി ആദ്യമൊന്നും മടിച്ചു. ഒരു കുട്ടിയെന്ന നിലയിൽ അഗോത്തിന് ഇത്ര വലിയ റിസ്ക് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം. എന്നാൽ അഗോത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തനിക്ക് തൻ്റെ കഴിവ് തെളിയിക്കണമെന്നും 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് പഠിക്കുന്നതിന് പകരം പുറലോകത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്നും അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അഗോത്തിൻ്റെ ആത്മവിശ്വാസം കണ്ട് അവിടേക്കെത്തിയ ഓൾഡ്രിജിയോ ഇടപെട്ടു. അദ്ദേഹം അവളെ തൻ്റെ കൂടെ കൂട്ടാമെന്ന് സമ്മതിച്ചു. ഇത് കേട്ട് വൈകാതെ അഗോത്തിന് സന്തോഷമായി. അവൾ തയ്യാറെടുക്കാൻ പോകുന്ന കണ്ടാൽ പിന്നെ മറ്റേതുങ്ങൾ വെറുതെ ഇരിക്കുമോ? ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് അവർ എവിടെയാവാൻ പോകുന്നതും പിന്നെ രക്ഷയില്ല. ഇവരെയും കൂട്ടി കിഫ്രിക്ക് ആ സംഭവ സ്ഥലത്തേക്ക് എത്താൻ ഓൾഡ്രിജിയോ അവിടെ എത്തിയിട്ട് ഒരു പോർട്ടൽ തുറന്നു നൽകാമെന്ന് അറിയിച്ചു. എങ്കിലും കിഫ്രിയുടെ മനസ്സിൽ ഒരു കല്ലടി ബാക്കിയായിരുന്നു. അഗോത്തിന് സ്വയം തെളിയിക്കാനുള്ള ഈ അമിതമായ ആഗ്രഹം ഭാവിയിൽ അവളെ വലിയൊരു അപകടത്തിലേക്കോ തെറ്റിലേക്കോ നയിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടാണിപ്പോൾ ഈ രണ്ടുപേരും കുതിരപ്പുറത്ത് പായുന്നത്. കുത്തൊഴുക്കലായി പെട്ടുകിടക്കുന്ന കുതിരവണ്ടിയും അതിൽ നിന്ന് രക്ഷപ്പെട്ട് വെപ്രാളപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേര്. പ്രദേശത്തേക്ക് എത്തുന്നതും ഓൾഡ്രിജിയോ തൻ്റെ മാന്ത്രിക സ്പെൽ പതിപ്പിച്ച് ഒരു തുണി സെറ്റാക്കി പോർട്ടലുകൾ സജ്ജമാക്കുന്നു. അഗോത്തിന് അയാളുടെ ഒരു സെറ്റ് മന്ത്രമോദനം നൽകി ആവശ്യം വരുന്നെങ്കിൽ പറയാം, അപ്പോൾ മാത്രം പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഇവിടെ വരെ എത്തിയിട്ടും തന്നെ കൂടെ കൂട്ടായിരുന്നതിൽ അവൾക്ക് ചെറിയ നിരാശയുണ്ടാക്കി. താൻ എത്രത്തോളം കഴിവുള്ളവളാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുമ്പോഴും മുതിർന്ന മന്ത്രവാദികൾ തന്നെ എപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ കാണുന്നു എന്ന തോന്നൽ അവളെ അസ്വസ്ഥയാക്കി. എങ്കിലും പുറമേ അത് പ്രകടിപ്പിച്ചില്ല. വൈകാതെ കുട്ടികളും മാഷും പോർട്ടൽ വഴി അവിടേക്ക് എത്തിയ ശേഷം ആദ്യം രംഗത്തിറങ്ങുന്നത് കിഫ്രിയാണ്. തൻ്റെ കയ്യിലുള്ള മാന്ത്രിക വാൾ അതുപയോഗിച്ച് അദ്ദേഹം വണ്ടിക്ക് ചുറ്റുമുള്ള കുത്തിയൊലിക്കുന്ന വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്നു. ഒരു ജലമതിൽ പോലെ വെള്ളത്തെ മാറ്റിയ കാഴ്ച കണ്ടു നിന്നവരെല്ലാം അത്ഭുതപ്പെടുത്തി. ഈ തക്ക നോക്കി ഓൾഡ്രിജിയോ വണ്ടിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന രണ്ടുപേരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർ ആ പ്രതിസന്ധി പരിഹരിച്ചു. മന്ത്രവാദികളുടെ അസാമാന്യ വേഗതയും കഴിവും ലെവിറ്റേഷൻ ഷൂസ് ഉപയോഗിച്ചുള്ള പറക്കലുമെല്ലാം സാധാരണക്കാരെ അമ്പരപ്പിച്ചു കളഞ്ഞു. ദ റെയിൻ ക്ലീവർ എന്ന മാന്ത്രിക വാളിലായിരുന്നു കുട്ടികളുടെ അതിശയം മൊത്തവും. അവരത് നോക്കി നിൽക്കുന്നുണ്ട്. കിഫ്രി അതേക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. വാളിലായുള്ള കൊച്ചു കൊച്ചു സ്പെല്ലുകൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ വാളിന് കടലിൽ പോലും വഴിയൊരുക്കാൻ കഴിയും എന്നറിയിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുതം കാണാമായിരുന്നു. നദിയിലകപ്പെട്ടവരെ രക്ഷിച്ചതോടെ അവർ വലിയ അപകടം ഒഴിഞ്ഞു എന്നെല്ലാവരും കരുതി. കണ്ടുനിന്ന സാധാരണക്കാർ മന്ത്രവാദികളുടെ അത്ഭുത പ്രവർത്തികളിൽ മതിമറന്ന് നിന്നപ്പോൾ കൂടെ വന്ന ചില്ലറില്ലേ എന്തേലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ട് തെറ്റി അവിടെ നിൽക്കുന്നവരോട് സൂക്ഷിച്ചില്ല, ദൂരോട്ട് മാറിയില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വലിയ ആളെ പോലെ നിന്നു. കാര്യങ്ങൾ ഏകദേശം ശാന്തമായപ്പോൾ നദിയുടെ മറ്റു ഭാഗങ്ങളിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കിഫ്രിയും ഓൾഡ്രിജിയും തീരുമാനിച്ചു. അവർ ഓരോ കുട്ടികളെയും കൂടെ കൂട്ടി, ടെറ്റിയും റിച്ചിയും. കാരണം കോക്കോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ അഗോത്തിന് ലെവിറ്റേഷൻ ഷൂസ് ഇല്ലാത്തതിനാൽ അവൾക്ക് പോകാനും കഴിയില്ല. അത് കോക്കോ മൂലമാണ് എന്നുള്ളൊരു വിഷയം അവൾക്ക് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഈ രണ്ടുപേരെയും അവിടെയുള്ളവരെ നോക്കാൻ ഏൽപ്പിച്ച് തനിച്ചാക്കിപ്പോയി എല്ലാം ശുഭമായി അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വിധി വീണ്ടും വില്ലനെ എത്തുന്നത്. ദാഗ്ദയുടെ പുത്രനായ കൊസ്റ്റാസ്. വണ്ടിയിൽ നിന്ന് രക്ഷിച്ച അവൻ താഴെയായി അവിടെ ചില സാധനങ്ങൾ കണ്ട് പെട്ടെന്ന് ഒരു മരത്തിൽ കയറി തൂങ്ങി ഇറങ്ങാൻ തുടങ്ങി. ദാഗ്ദ കണ്ടപ്പോഴേ അവൻ പാതിയായിരുന്നു. അപകടമാണെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ തങ്ങളുടെ ഉപജീവന മാർഗമായ ആ സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ആ കുട്ടിയുടെ വ്യഗ്രത അവനെ ഒടുവിൽ അപകടത്തിൽ ചാടിച്ചു. പെട്ടെന്ന് നദീതീരത്തെ മണ്ണ് ഇടിയാൻ തുടങ്ങി. മരം പിഴുതുപോയി കൊസ്റ്റാസ് നിൽക്കുന്ന ഭാഗം മൊത്തം ഒരു കൂറ്റൻ കല്ലുപോലെ തകർന്ന് അവൻ നിന്നിടത്തേക്ക് വീണു. ഇതിനിടെ കോക്കോയും നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ കസ്റ്റസിന് ബോധം നഷ്ടപ്പെടുകയും അവന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഭാഗ്യത്തിന് കോക്കോയ്ക്ക് വല്ല പരിക്കുകളൊന്നും പറ്റിയില്ലെങ്കിലും അവളുടെ മാന്ത്രിക സഞ്ചിയും മന്ത്രങ്ങൾ എഴുതാനുള്ള ഉപകരണങ്ങളും വെള്ളത്തിൽ വീണ് നനഞ്ഞു കുതിർന്നു. ഒരു മന്ത്രവാദിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ മഷിയും കടലാസ് നനയുക എന്നത് വലിയൊരു തിരിച്ചടിയാണ്. കരയിൽ നിൽക്കുകയായിരുന്ന അഗോത്തിന് ഇതൊരു വലിയ ആഘാതമായിരുന്നു. ദാഗ്ദയും അവിടെ കൂടി നിന്നിരുന്ന ആൾക്കാരും പരിഭ്രാന്തരായി അവർ അഗോത്തിന് ചുറ്റും കൂടിയെന്ന് നിലവിളിക്കാൻ തുടങ്ങി. നീ ഒരു മന്ത്രവാദിനെയല്ലേ, എന്തെങ്കിലും ചെയ്യൂ, ആ കുട്ടിയെ രക്ഷിക്കൂ എന്നവർ കേണപേക്ഷിച്ചു. അഗോത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരീക്ഷണമായിരുന്നു. കിഫ്രി നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ കഴിവ് തെളിയിക്കാനുള്ള ആഗ്രഹവും എന്നാൽ യഥാർത്ഥത്തിൽ ഒരു അപകടം മുന്നിൽ വന്നപ്പോഴുള്ള ഭയവും അവളെ തളർത്തി. തൻ്റെ പഴയ കാലത്തെ ദുരോർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വന്നു. ഒന്നിനും കൊള്ളില്ലാത്തവൾ എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തിയ ഒരു പഴയ അധ്യാപികയുടെ വാക്കുകളും
ഇപ്പോൾ ചുറ്റുമുള്ളവരുടെ സമ്മർദ്ദം കൂടിയായപ്പോൾ അവളുടെ ബുദ്ധി മരവിച്ചു പോയി. താൻ പരാജയപ്പെടുമോ എന്ന പേടി അവളെ പിടികൂടി. അഗോത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ നിമിഷമായിരുന്നു അത്. എന്നാൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് താഴെ നിന്നും കോക്കോയുടെ നിലവിളി കേട്ടു. ആ ശബ്ദം അഗോത്തിനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. കോക്കോ വെള്ളത്തിൽ നിന്ന് കയറാൻ കഴിയാതെ ചെളിയിൽ തെറ്റി നിസ്സഹായാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. കോസ്റ്റസിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവൾ അഗോത്തിനോട് വിളിച്ചു പറഞ്ഞു. കോക്കോയ്ക്ക് മന്ത്രം പ്രയോഗിക്കാൻ അവളുടെ ഉപകരണങ്ങൾ ഉണങ്ങണമായിരുന്നു. അങ്ങനെ ഇപ്പോൾ എന്തു ചെയ്യാണെന്ന് അകത്ത് ചിന്തിച്ചു തുടങ്ങി. ഓൾഡ്രിജിയുടെ പക്കൽ നിന്നും കിട്ടിയ മാന്ത്രിക മോതിരങ്ങൾ തനിക്ക് നൽകാൻ കോക്കോ ആവശ്യപ്പെട്ടു. ഈ മോതിരങ്ങൾക്ക് ചുറ്റുമുള്ള ഈർപ്പം മാറ്റാനും വസ്തുക്കളെ ഉണക്കാനുള്ള കഴിവുണ്ടെന്ന് മുന്നേ അവൾ മനസ്സിലാക്കിയിരുന്നു. അഗോത്ത മോതിരങ്ങൾ ഒരു തുണിയിൽ കെട്ടി എറിഞ്ഞു കൊടുക്കുന്നതിലൂടെ അവൾ മാന്ത്രിക ഉപകരണങ്ങൾ ഉണക്കിയെടുത്തു. പക്ഷേ പ്രശ്നം അവിടെ തീർന്നില്ല. സാധാരണ മനുഷ്യരുടെ മുന്നിൽ വെച്ച് മന്ത്രം പ്രയോഗിക്കുന്നത് കർശനമായി നിരോധിക്കപ്പെട്ടുള്ള കാര്യമാണ്. ആരും കാണാതെ വേണം അവർക്കിനി മന്ത്രം ഉപയോഗിച്ച് കസ്റ്റസിനെ രക്ഷിക്കാൻ. ഒരു മന്ത്രവാദിനി എന്ന നിലയ്ക്ക് അഗോത്തിൻ്റെ യഥാർത്ഥ ബുദ്ധി തെളിയുന്നത് ഇവിടെയാണ്. അവിടെ നിൽക്കുന്നവരുടെ ശ്രദ്ധ തിരിക്കാൻ അവളൊരു വഴി കണ്ടെത്തി. അവൾ ആകാശത്തേക്ക് നോക്കി പഠിച്ചത് വെച്ച് മനോഹരമായൊരു മന്ത്രം ഉപയോഗിച്ച് ഒരു വലിയ വെളിച്ചത്തിൻ്റെ പക്ഷി, ജയന്റ് ബേർഡ് ഓഫ് ലൈറ്റ്, അതിൻ്റെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കി. അതും അവർ കാണാതെ മസിൽ മെമ്മറി വെച്ച് കോട്ടിനുള്ളായി വരച്ച സ്പെല്ലിൻ്റെ ഫലമായിരുന്നു. ഷീസ് റിയലി എ ജീനിയസ്. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന ആ കൂറ്റിൻ്റെ പക്ഷിയെ കണ്ടപ്പോൾ അതെങ്ങനെ ചെറുക്കിനെ രക്ഷിക്കുമെന്നറിയാൻ നാട്ടുകാരുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്കായി. എന്നാൽ ഇന്നേരം മറ്റൊരു പണി വരുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിൽ മാന്ത്രികത ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളെത്തി. ദ ഗ്രേറ്റ് ഹോളിലേക്ക്, മാന്ത്രിക ലോകത്തെ സുപ്രധാനമായ സ്ഥലം. അവിടെയുള്ളവർ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോൾ അവിടെ കസ്റ്റാസ് പതുക്കെ ബോധത്തിലേക്ക് വരുന്നുണ്ടായിരുന്നെങ്കിലും അവൻ അനങ്ങാൻ കഴിയാത്ത വിധം പരിക്കേറ്റിരുന്നു. അവനെ സുരക്ഷിതമായി മുകളിലേക്ക് എത്തിക്കാൻ കോക്കോയ്ക്ക് അവനെ വായുവിൽ ഉയർത്തണമായിരുന്നു, ലിവിറ്റേഷൻ വഴി. എന്നാൽ അവിടെ ഒരു വലിയ തടസ്സവും ഉണ്ടായിരുന്നു. കസ്റ്റസിൻ്റെ കാലുകൾക്ക് മുകളിൽ ഒരു കൂറ്റൻ പാറക്കല്ല് പതിച്ചിരിക്കുകയായിരുന്നു. ആ പാറക്കല്ല് മാറ്റാതെ അവനെ ഉയർത്തുക അസാധ്യമായിരുന്നു. മുന്നേ അവൾ ചേമ്പ് പാചകം ചെയ്തപ്പോൾ അത് ഉയർത്തി. എന്നാൽ ഇതൊരു കൂറ്റൻ പാറയാണ്. അതിനെ ഉയർത്താനുള്ള മന്ത്രശക്തി കോക്കോയ്ക്കപ്പോൾ ഇല്ലായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കെ ബോധം തെളിഞ്ഞ കസ്റ്റസിനെ കണ്ടു. അവൻ ആകാശത്ത് പറക്കുന്ന ആ പക്ഷിയെ കണ്ടാണ് മരിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞത് എന്ന ആവശ്യതയിൽ പറഞ്ഞപ്പോൾ കോക്കോ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ അത് പക്ഷിയല്ല, എൻ്റെ സുഹൃത്ത് ചെയ്തൊരു സ്പെല്ലാണ്. ഇങ്ങനെ പറഞ്ഞതും അവൾക്ക് പെട്ടെന്നൊരു കാര്യം സ്ട്രൈക്കായി. സുഹൃത്ത് ചെയ്ത മന്ത്രം. മുന്നേ ഡ്രാഗന്റെ പിടിയിൽപ്പെട്ടപ്പോൾ തുരങ്കമുണ്ടാക്കാൻ റിച്ചെ ഒരു തന്ത്രം പ്രയോഗിച്ചിരുന്നില്ലേ? കൊച്ചു കൊച്ചു സ്പെല്ലുകൾ വരച്ച് ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടാക്കി ആ ഭിത്തി ഇടിക്കുക. അവൾ അന്ന് ശ്രദ്ധിച്ച ആ ഒരു മന്ത്രത്തെക്കുറിച്ച് ഓർത്തു. വസ്തുക്കളെ വായിൽ ഉയർത്തുന്നതിന് പകരം അവയെ ചെറിയ തരികളാക്കി മാറ്റുന്ന മന്ത്രമായിരുന്നു അത്. കോക്കോ തൻ്റെ മാന്ത്രിക തൂലി ഉപയോഗിച്ച് അതിവേഗം ആ പാറക്കല്ലിന്മേലെ മന്ത്രം വരച്ചു. ഇതിനിടെ ചെക്കൻഡേച്ചൻ ഡാഗ്ദ ആ സ്പെല്ലിലൂടെ വന്ന പക്ഷി ഒരു കാര്യം ചെയ്ത് വെറുതെ പറക്കുന്നു കണ്ട് അഗോത്തിനോട് ദേഷിച്ചിട്ട് സ്വയം രക്ഷിക്കാമെന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ അയാൾ ചെന്ന കോക്കോ മന്ത്രം വരയ്ക്കുന്നത് കാണുമെന്ന് ഭയന്ന് അവൾ നിർത്താൻ പരിശ്രമിക്കുന്നതും നിമിഷങ്ങൾക്കുള്ളിൽ ആ കൂറ്റൻ പറക്കല് പൊടിയെ തകർന്ന് ഭാരമൊഴിഞ്ഞതോടെ കോക്കോ കസ്റ്റസിനെ ചേർത്ത് പിടിച്ച് വായുവിൽ പറന്ന് സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചു. അതും അവൾ ധരിച്ചിരുന്ന തുണിയുടെ അടിയിലായി. മന്ത്രവാദികളുടെ അത്ഭുത പ്രവൃത്തി കണ്ട് അവിടെ ഉണ്ടായിരുന്ന ദാഗ്ദിയും മറ്റുള്ളവരും ആനന്ദ കണ്ണീരോടെ അവരെ സ്വീകരിച്ചു. എല്ലാം ശുഭകരമായി അവസാനിച്ചു എന്ന് കരുതിയെങ്കിലും കോക്കോയും അഗോത്തും ആശ്വസിച്ചിരിക്കുമ്പോഴാണ് അന്തരീക്ഷം പെട്ടെന്ന് തണുത്തുറഞ്ഞത്. തങ്ങളൊരു വലിയ വിജയം നേടിയെന്ന സന്തോഷത്തിലായിരുന്നു അവർ. കോക്കോ താൻ എങ്ങനെയാണ് കസ്റ്റസിനെ രക്ഷിച്ചതെന്ന് അഗോത്തിനോട് വിവരിച്ച ശേഷം പിതാവിൻ്റെ മകനോടുള്ള സ്നേഹം കണ്ടപ്പോൾ അവൾക്ക് അമ്മയെ ഓർമ്മ വന്നു. എങ്ങനെയും ഇതുപോലെ രക്ഷപ്പെട്ട് അമ്മയുടെ അടുത്തെത്തണമെന്ന വിഷമത്തിൽ നിൽക്കെ എന്നാൽ പെട്ടെന്ന് ആകാശത്തു നിന്നും അദൃശ്യമായൊരു ശക്തി അവരെ വരിഞ്ഞു മുറുക്കി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ കോക്കോയും അഗോത്തും വായിൽ ഉയർത്തപ്പെട്ടു. അവരെ പിടികൂടിയത് മറ്റാരുമായിരുന്നില്ല, മന്ത്രവാദ ലോകത്തെ നിയമപാലകരായ നൈറ്റ്സ് മൊറാലിസ്. ചുവന്ന കൂർത്ത തലക്കെട്ടുകളോടുകൂടിയ ഈ മന്ത്രവാദികൾ കുറ്റവാളികളായ മന്ത്രവാദികളെ ശിക്ഷിക്കുന്നവരാണ്. അവരുടെ ഡെപ്യൂട്ടി ക്യാപ്റ്റനായിരുന്ന ഈസ്റ്റിസ് ആണവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ഈസ്റ്റിസിൻ്റെ സ്വരം വളരെ കഠിനമായിരുന്നു. കോക്കോയും അഗോത്തും നിഷിദ്ധമായ മന്ത്രവാദ വിഭാഗമായ ബ്രിംഡ് ക്യാപ്സുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മന്ത്രവാദ ലോകത്തെ ഏറ്റവും വലിയ കുറ്റമാണ് വിലക്കപ്പെട്ട മന്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നത്. തങ്ങളെല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി വെറുമൊരു സാധാരണ മന്ത്രമാണ് ഉപയോഗിച്ചതെന്ന് കോക്കോ കരഞ്ഞു പറഞ്ഞെങ്കിലും ഈസ്റ്റിസ് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. അദ്ദേഹം താഴെ നദീതീരത്തേക്ക് വിരൽ ചൂണ്ടി. അവിടെ കണ്ട കാഴ്ച ഭയാനകരമായിരുന്നു. കോക്കോ തകർത്ത പാറക്കല്ല് മാത്രമല്ല, അതിന് ചുറ്റുമുള്ള മണ്ണും സസ്യങ്ങളും എല്ലാം ദ്രവിച്ച് മണലായി മാറിയിരിക്കുന്നു. ആ പ്രദേശം മുഴുവൻ നശിച്ചിരിക്കുന്നു. താൻ ചെയ്തൊരു ചെറിയ മന്ത്രം ഇത്ര വലിയ നാശമുണ്ടാക്കുമെന്ന് കോക്കോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എങ്ങനെയാണ് ഇത് സംഭവിച്ചെന്ന് വിശദീകരിക്കാൻ അഗോത്തിനോ കോക്കോയ്ക്കോ കഴിഞ്ഞതുപോലുമില്ല. മന്ത്രവാദ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ വളരെ കഠിനമാണ്. അവരുടെ മന്ത്രവാദ പഠനത്തെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും മായ്ച്ചു കളയുകയും അവരെ സാധാരണ ലോകത്തേക്ക് തിരിച്ചയക്കുകയും ചെയ്യും. കോക്കോ മന്ത്രവാദിനാകാൻ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു നമുക്കറിയാം. അവരുടെ ജീവിതത്തിലെ ഏക സ്വപ്നമായിരുന്നു അത്. ഈ മന്ത്രം ഉപയോഗിച്ചത് കോക്കോ ആണെന്ന് മനസ്സിലാക്കിയതോടെ ഈസ്റ്റിസ് തൻ്റെ കൈകൾ അവളുടെ തലയ്ക്ക് നേരെ ഉയർത്തി
ഓർമ്മകൾ മായ്ക്കാൻ തയ്യാറെടുത്തു. നിനക്ക് മന്ത്രവാദിയാകാനുള്ള യോഗ്യതയില്ല എന്ന മട്ടിലുള്ള അയാളുടെ പെരുമാറ്റവും പിന്നാലെ കോക്കോയുടെ മെമ്മറീസ് ഇറേസ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷവും, ഓ മൈ ഗോഡ്, എന്തൊരു നീചതയാണത്. കോക്കോയുടെ കണ്ണുകളിൽ ഭയവും നിസ്സഹായാവസ്ഥയും നിറഞ്ഞു. എപ്പിസോഡ് അവസാനിക്കുമ്പോൾ തൻ്റെ സ്വപ്നങ്ങൾ തകരാൻ പോകുന്നു എന്ന തിരിച്ചറിവിൽ കോക്കോ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. തികച്ചും സങ്കീർണമായൊരു സന്ദർഭം. ഇനി എന്ത് നടക്കുമെന്നറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ അത് വളരെ വിഷമമുള്ള കാര്യമാണ്. എന്തായാലും കോക്കോയ്ക്കൊന്നും സംഭവിക്കില്ലെന്ന പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത എപ്പിസോഡ് വരുന്നവരെ കാത്തിരിക്കുക തന്നെ.